ഞാൻ റൈസ് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ഇന്നൊരു സ്പെഷ്യൽ മീൽസ് ഉള്ളോ? അതെ, അതിൻ്റെ മണം, അതിൻ്റെ ഫ്ലേവർ എനിക്കിപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. കഴിച്ചു നോക്കൂ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ മീൽസിന് നല്ലൊരു പാട്ട് പാടും. ഉച്ചത്തിൽ മിടിക്കൊല്ല് നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ല് നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവറി താമരമലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. പുതിന റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പുതിന റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് കൈമ റൈസാണ് എടുക്കുന്നത്. കൈമ റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസും എടുക്കാം. ബാസ്മതി റൈസ് ആയിരിക്കും നന്നാവുക ഒന്നും കൂടി. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം. ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അരിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ മറ്റേ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ഉതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വെന്ത ചോറൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഉതിർന്ന് കിട്ടും ചോറ്. പുതിന റൈസിന് ആവശ്യമുള്ള പുതിന നമുക്ക് മെല്ലനെ കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ എൻ്റെ കൃഷിയാണത്, ജനലിലാണിത് വളർത്തിയിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാം കേട്ടോ. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെടിയിലുള്ള പുതിനയാണത്. കണ്ടില്ലേ, നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും കുറച്ചെടുക്കാം. ഇഷ്ടം പോലെ പുതിന കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയൊന്ന് ഉതിർത്ത് തരുമോ? ഇല മാത്രം ഒന്ന് ഉതിർത്തിട്ട് തരുമോ? പുതിന റൈസ് ഉണ്ടാക്കാനാണ്. ഒന്ന് ഇല മാത്രം വേർപെടുത്തിയിട്ട് തരും. തണ്ട് വേണ്ട കേട്ടോ. പിന്നെ ഏകദേശം നമുക്കൊരു കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇല മാത്രം എടുത്തപ്പോഴേ ഏകദേശം 1 കപ്പ് നിറച്ചുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 6 പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിക്ക് പകരം ശരിക്കും നമുക്ക് തേങ്ങയും ചേർക്കാം കേട്ടോ. ഇത് ശരിക്കും ഒരു ചട്നിയായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇതൊരു ആന്ധ്രാപ്രദേശിലുള്ള ഒരു റൈസാണത്. ഒക്കെ നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി പുതിന ഇല ചേർത്ത് കൊടുക്കുക. പുതിന ഇല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഫ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് നമുക്കൊരു ചട്നിയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ ഈ പുതിന റൈസിന് ഇങ്ങനെയൊരു മസാല നമ്മൾ തയ്യാറാക്കണം. നന്നായി മിക്സ് ചെയ്യുക. കറിവേപ്പിലയും ചേർക്കണം. ഇതാദ്യം തന്നെ ചേർക്കണം, ഞാൻ വിട്ടുപോയതാണ്. അത് ഇത്ര കൂടുതലായാലും സാരമില്ല, നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കുക. ഒരു 10-15 എണ്ണം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതിനൊരളവൊന്നും ഇല്ല കേട്ടോ.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂ നട്ട്. തേങ്ങയ്ക്ക് പകരം ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ അവരുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, ആന്ധ്രാപ്രദേശിൻ്റെ. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിരിക്കണം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് കുതിരാനിട്ടതിന് ശേഷം അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം നല്ല മിനുസായിട്ട് അരച്ചെടുക്കുക. ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പുതിനയും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തു. ഒരു ചട്നീൻ്റെ മാതിരി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് ചെയ്യാം. അടുപ്പത്ത് വെച്ചു. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി അതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇടുക, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക. ഇതൊക്കെ നന്നായി ഫ്രൈ ആയതിന് ശേഷം അരിഞ്ഞ ഉള്ളിയും ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഫ്രൈ ആവണം. ഉള്ളി അത്ര വല്ലാതെ സോഫ്റ്റ് ആവണമെന്നില്ല, കുറച്ച് നമുക്ക് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. നന്നായി മിക്സ് ചെയ്തു. മഞ്ഞൾപ്പൊടി അതിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിയിട്ടില്ലല്ലോ, ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്താണ് നമ്മൾ അരച്ച് വെച്ച മിക്സ്ചർ ചേർത്ത് കൊടുക്കേണ്ടത്. പുതിനയും എല്ലാം അരച്ച് വെച്ചില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഇതായിട്ട് എല്ലാം മിക്സായിട്ട് കിട്ടണം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിന റൈസ് റെഡിയായി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ച് വയ്ക്കുക. റൈസ് റെഡിയായി. സാലഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഒരു ചെറിയ സാലഡ് വേണമെങ്കിൽ ഒരു ചെറിയ പിക്കിളും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സാധാരണ സിമ്പിൾ സാലഡ് ഉണ്ടാക്കിയാൽ മതി. വളരെ പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസി.